അധ്യായം 16. ഗ്രഹനിലയെ വെല്ലുക. മുകുന്ദ, ജ്യോതിഷശാസ്ത്രപ്രകാരം ഒരു വള വാങ്ങി നിനക്ക് ധരിച്ചുകൂടെ? വേണോ ഗുരുദേവ? ഞാൻ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നില്ല. ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമല്ല. ഏത് വിഷയത്തിലും നാം സ്വീകരിക്കേണ്ട ശാസ്ത്രീയ നിലപാട് അത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ നിയമം ന്യൂട്ടന് ശേഷം എന്നതുപോലെ അദ്ദേഹത്തിന് മുമ്പും അത്ര തന്നെ ഫലവത്തായി പ്രവർത്തിച്ചു. മനുഷ്യരുടെ വിശ്വാസത്തിൻ്റെ ആനുകൂല്യം കൂടാതെ പ്രപഞ്ച നിയമങ്ങൾക്ക് പ്രവർത്തിക്കാനാവില്ലെന്ന് വന്നാൽ പ്രപഞ്ചം ഏതാണ്ട് താറുമാറാകും. പുരാതന ജ്യോതിഷശാസ്ത്രത്തെ ഇന്നത്തെ അതിൻ്റെ അവമതിക്കു പാത്രമാക്കിയത് കപട ജ്യോത്സ്യന്മാരാണ്. ജ്യോതിഷം ഗണിതശാസ്ത്രപരമായും ദാർശനികമായും അത്യന്തം വിപുലമായതിനാൽ അഗാധ പാണ്ഡിത്യമുള്ളവർക്ക് മാത്രമേ അത് ശരിയായി ഗ്രഹിക്കാൻ കഴിയൂ. വിവരം കെട്ടവർ നഭോമണ്ഡലത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അവിടെ ഒരു കുറിപ്പിന് പകരം ഒരു കുറിപ്പടിയാണ് കാണുകയും ചെയ്യുന്നതെങ്കിൽ ഈ അപൂർണമായ ലോകത്ത് അത്രയേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വിദ്വത്വത്തെ വിദ്വാൻമാരോടൊപ്പം നാം തള്ളിക്കളഞ്ഞുകൂടാ. സൃഷ്ടിയുടെ എല്ലാ അംശങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയും അവ പരസ്പരം സ്വാധീനിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിൻ്റെ സന്തുലിതമായ താളക്രമം അന്യോന്യതയിൽ അധിഷ്ഠിതമാണ്. ഗുരുദേവൻ തുടർന്നു. തൻ്റെ മാനുഷിക ഭാവത്തിൽ മനുഷ്യന് രണ്ടുതരം ശക്തികളുമായി പൊരുതേണ്ടതുണ്ട്. ഒന്നാമത്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂത തന്മാത്രകളുടെ സമ്മിശ്രണം സൃഷ്ടിക്കുന്ന തൻ്റെ ഉള്ളിലെ പ്രക്ഷുബ്ധതകൾ. രണ്ടാമത്, ബാഹ്യപ്രകൃതിയുടെ വിധ്വംസക ശക്തികൾ. തൻ്റെ മർത്യാവസ്ഥയോട് മല്ലടിക്കുന്നിടത്തോളം കാലം ഭൂസ്വർഗങ്ങളുടെ നിരവധി പരിണാമങ്ങൾ അവനെ ബാധിക്കുന്നു. ഗ്രഹങ്ങളുടെ പ്രേരണകളോടുള്ള മനുഷ്യൻ്റെ പ്രതികരണത്തിൻ്റെ പഠനമാണ് ജ്യോതിഷം. ജ്യോതിർഗോളങ്ങൾക്ക് ബോധപൂർവമായ നന്മയോ തിന്മയോ ഇല്ല. അവ ഗുണമോ ദോഷമോ ആയ പ്രസരണങ്ങൾ പുറപ്പെടുവിക്കുക മാത്രം ചെയ്യുന്നു. അവ സ്വയം മനുഷ്യരാശിയെ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലത്ത് ഓരോ മനുഷ്യനും തുടങ്ങിവെച്ച കാര്യകാരണങ്ങളുടെ സന്തുലന പ്രവർത്തനത്തിന് അവ നിയാമകമായ ഒരു മാർഗം തുറന്നുകൊടുക്കുന്നു. തൻ്റെ വ്യക്തിഗത കർമ്മത്തോട് ജ്യോതിർഗോളങ്ങളുടെ കിരണങ്ങൾ ശാസ്ത്രീയമായി പൊരുത്തപ്പെടുന്ന ദിവസത്തിലും സമയത്തിലും ആണ് ഒരു കുഞ്ഞ് ജനിക്കുക. തൻ്റെ തിരുത്താനാവാത്ത ഭൂതകാലത്തിൻ്റെയും സംഭാവ്യമായ ഭാവി ഫലങ്ങളുടെയും വെല്ലുവിളി ഉയർത്തുന്ന ചിത്രമാണ് അവൻ്റെ ജാതകം. എന്നാൽ ജനനസമയത്തെ ഗ്രഹനില ശരിയായി വ്യാഖ്യാനിക്കാൻ ഉൾക്കാഴ്ചയോടുകൂടിയ അറിവുള്ളവർക്കേ കഴിയൂ. അത്തരക്കാർ അപൂർവമാണ്. ജനനസമയത്ത് നഭോമണ്ഡലത്തിൽ തിളങ്ങുന്ന ലിപികളിൽ കുറിച്ച സന്ദേശം തിരുത്താനാവാത്ത വിധിയെ, തൻ്റെ കഴിഞ്ഞകാല പുണ്യപാപങ്ങളുടെ കർമ്മഫലത്തെ ഊന്നിപ്പറയാൻ ഉദ്ദേശിച്ചുള്ളതല്ല. മറിച്ച് തൻ്റെ സാർവത്രികമായ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ മനുഷ്യൻ്റെ നിശ്ചയബുദ്ധിയെ ഉണർത്താനായിട്ടുള്ളതാണ്. താൻ ചെയ്തത് തനിക്ക് തിരുത്താൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കാര്യങ്ങളുടെ കാരണഭൂതൻ താനല്ലാതെ മറ്റാരുമല്ല. ഏതു പരിമിതിയെയും ഒരു മനുഷ്യന് തരണം ചെയ്യാൻ കഴിയും. കാരണം പ്രാഥമികമായി അത് തൻ്റെ കർമ്മഫലമായി താൻ ഉണ്ടാക്കിവെച്ചതാണ്. പോരെങ്കിൽ ജ്യോതിർഗോളങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമല്ലാത്ത ആത്മീയ സമ്പത്ത് അവന് ഉണ്ടുതാനും. ജ്യോതിഷത്തോടുള്ള അന്ധവിശ്വാസജടിലമായ ഭയം നമ്മെ യാന്ത്രിക നിയന്ത്രണത്തിന് അടിമയെപ്പോലെ വഴങ്ങുന്ന ഒരു യന്ത്രപ്പാവയാക്കുന്നു. തൻ്റെ വിധേയത്വം സൃഷ്ടിയിൽ നിന്ന് സ്രഷ്ടാവിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു യഥാർത്ഥ ബുദ്ധിമാൻ തൻ്റെ ഗ്രഹനിലയെ, അതായത് ഭൂതകാലത്തെ പരാജയപ്പെടുത്തുന്നു. പരമാത്മാവുമായുള്ള ഐക്യം എത്ര കണ്ട് അവൻ തിരിച്ചറിയുന്നുവോ അത്രത്തോളം കുറച്ചുമാത്രം ജഡവസ്തുക്കൾ അവനെ നിയന്ത്രിക്കുന്നു. ആത്മാവ് നിതാന്തമായി സ്വതന്ത്രമാണ്. അതിനു മരണമില്ല. കാരണം അതിന് ജനനമില്ല. ജ്യോതിർഗോളങ്ങൾക്ക് അതിനെ ചട്ടക്കൂടുകളിൽ ഒതുക്കാനാവില്ല. മനുഷ്യൻ ഒരു ആത്മാവാണ്. അവന്
ഒരു ശരീരവുമുണ്ട്. തൻ്റെ ആത്മബോധം അവൻ സ്വയം നേരെയാക്കുമ്പോൾ ഒഴിവില്ലാത്ത ജനനമരണങ്ങളുടെ പരിവൃത്തിയെ അവൻ പിന്തള്ളുന്നു. സർവ്വസാധാരണമായ ആത്മവിസ്മൃതിയുടെ അവസ്ഥയിൽ കുഴങ്ങിക്കഴിയുവോളം ചുറ്റുപാടുകളുടെ ഇന്ദ്രിയഗോചരമല്ലാത്ത ചങ്ങലകൾ അവൻ അറിയേണ്ടിവരും. ഈശ്വരൻ മധുരമായ ഏകതയുടെ സമഞ്ജസമായ സമ്മേളനമാണ്. അദ്ദേഹവുമായി ഏകതയിലെത്തിയ സാധകൻ ഒരിക്കലും അനുചിതമായ ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. ജ്യോതിഷ നിയമങ്ങൾക്ക് അനുസൃതമാകത്തക്കവണ്ണം ശരിയായും സ്വാഭാവികമായും അവൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രിതമായിരിക്കും. അഗാധമായ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ശേഷം അയാൾ തൻ്റെ ദൈവീകമായ ആധ്യാത്മബോധവുമായി സമ്പർക്കത്തിലായിരിക്കും. ആ ആന്തരിക സംരക്ഷണത്തേക്കാൾ മഹത്തായി മറ്റൊരു ശക്തിയുമില്ല. എങ്കിൽ ജ്യോതിഷവിധി പ്രകാരമുള്ള ഒരു വള ധരിക്കാൻ അങ്ങ് എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് ഗുരുദേവ? ദീർഘനേരത്തെ മൗനത്തിന് ശേഷം ഈ ചോദ്യം ചോദിക്കാൻ ഞാൻ ധൈര്യപ്പെട്ടു. ശ്രീ യുക്തേശ്വരൻ്റെ ശ്രേഷ്ഠമായ വിശദീകരണം സ്വാംശീകരിക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്ക് ഏറെ പുതുമയുള്ളതായിരുന്നു ആ ചിന്തകൾ. ഒരു സഞ്ചാരി ലക്ഷ്യസ്ഥാനം എത്തുമ്പോൾ മാത്രമേ തൻ്റെ കൈവശമുള്ള ഭൂപടങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ ന്യായമുള്ളൂ. വഴിയാത്രയിൽ സൗകര്യപ്രദമായ ഏതു കുറുക്കുവഴിയും അയാൾ പ്രയോജനപ്പെടുത്തുന്നു. മനുഷ്യന് മായയിലുള്ള പ്രവാസത്തിൻ്റെ കാലയളവ് വെട്ടിക്കുറയ്ക്കാൻ പ്രാചീന ഋഷീശ്വരന്മാർ പല മാർഗങ്ങളും കണ്ടുപിടിച്ചു. ജ്ഞാനത്തിൻ്റെ കൈവിരലുകൾ കൊണ്ട് സമർത്ഥമായി ക്രമീകരിക്കാവുന്ന ചില യാന്ത്രികമായ വശങ്ങൾ കർമ്മത്തിൻ്റെ നിയമങ്ങൾക്കുണ്ട്. മനുഷ്യൻ്റെ എല്ലാ ദുരിതങ്ങളും ഉത്ഭവിക്കുന്നത് സാർവലൗകിക നിയമത്തിൻ്റെ ഏതെങ്കിലും ഉല്ലംഘനത്തിൽ നിന്നാണ്. ഈശ്വരൻ്റെ സർവശക്തിത്വത്തെ അനാദരിക്കാതെ തന്നെ മനുഷ്യൻ പ്രകൃതി നിയമങ്ങളെ തൃപ്തിപ്പെടുത്തണമെന്ന് വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അവൻ പറയണം, പ്രഭു, ഞാൻ അങ്ങയിൽ എൻ്റെ വിശ്വാസം അർപ്പിക്കുന്നു. അങ്ങയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും തെറ്റുതിരുത്താൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനും ശ്രമിക്കാം. പ്രാർത്ഥന കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും യോഗധ്യാനം കൊണ്ടും പുണ്യാത്മാക്കളുടെ ഉപദേശം തേടിയും ജ്യോതിഷവിധി പ്രകാരമുള്ള വളകൾ ഉപയോഗിച്ചും പല മാർഗത്തിലൂടെ കഴിഞ്ഞ കാലത്തിലെ ദുഷ്കൃത്യങ്ങളുടെ ദോഷഫലങ്ങൾ ലഘൂകരിക്കുകയോ അസാധുവാക്കുകയോ ചെയ്യാം. ഇടിമിന്നലിൻ്റെ ആഘാതം താങ്ങാൻ വീടുകളിൽ ചെമ്പുകമ്പികൾ ഘടിപ്പിച്ചിട്ടുള്ളതുപോലെ ശരീരമന്ദിരത്തെ ചില പ്രത്യേക മാർഗങ്ങൾ കൊണ്ട് സംരക്ഷിക്കാം. വൈദ്യുത കാന്തപ്രസരങ്ങൾ പ്രപഞ്ചത്തിൽ നിരന്തരം സഞ്ചരിക്കുന്നു. അവ മനുഷ്യശരീരത്തെ ഗുണമായും ദോഷമായും ബാധിക്കുന്നു. സൂക്ഷ്മമായ ഈ പ്രപഞ്ചശക്തികളുടെ ദോഷങ്ങളെ ചെറുക്കുന്ന പ്രശ്നം യുഗങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ പരിചിന്തനം ചെയ്തിരുന്നു. ഗ്രഹങ്ങളുടെ ദോഷകരമായ പ്രഭാവത്തിനെതിരെ ശക്തമായി പ്രതിപ്രവർത്തിക്കുന്ന സൂക്ഷ്മമായ ഒരു പ്രകാശം ശുദ്ധലോഹങ്ങൾ പുറപ്പെടുവിക്കുന്നതായി ഋഷീശ്വരന്മാർ കണ്ടെത്തി. ചില സസ്യസംയോഗങ്ങളും ഇതിന് സഹായകമായി കാണപ്പെട്ടു. ഇവയിൽ ഏറ്റവും ഫലപ്രദം 2 കാരറ്റിൽ കുറയാത്ത രത്നങ്ങളാണ്. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ പ്രായോഗികമായ പ്രതിരോധാത്മക പ്രയോജനങ്ങളെപ്പറ്റി ഭാരതത്തിന് പുറത്ത് ഗൗരവമായ പഠനങ്ങൾ ഒന്നുമുണ്ടായിട്ടില്ല. അധികം അറിയപ്പെടാത്ത ഒരു വസ്തുത, ശരിയായ രത്നവും ലോഹവും സസ്യസംയോഗങ്ങളും വേണ്ട തൂക്കത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നതും തൊലിപ്പുറത്ത് ശരീരത്തോട് ചേർത്ത് അവ ധരിച്ചില്ല എങ്കിൽ അവ കൊണ്ട് പ്രയോജനമില്ലെന്നതുമാണ്. പ്രഭു, അങ്ങയുടെ ഉപദേശമനുസരിച്ച് ഞാൻ തീർച്ചയായും ഒരു വള വാങ്ങാം. ഗ്രഹങ്ങളെ കടത്തിവെട്ടുക എന്ന ചിന്ത എന്നെ വിസ്മയിപ്പിക്കുന്നു. പൊതുവെയുള്ള ആവശ്യങ്ങൾക്ക് സ്വർണവും വെള്ളിയും ചെമ്പും കൊണ്ടുണ്ടാക്കിയ ഒരു വള ഉപയോഗിക്കാൻ ഞാൻ ഉപദേശിക്കുന്നു. പക്ഷേ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തിന് വെള്ളിയും കാര്യവും കൊണ്ടുള്ള ഒന്നാണ് നീ വാങ്ങണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ശ്രീ യുക്തേശ്വരൻ ശ്രദ്ധയോടെ നിർദ്ദേശങ്ങൾ നൽകി. ഗുരുജി, എന്ത് പ്രത്യേക ഉദ്ദേശ്യമാണ് അങ്ങ് അർത്ഥമാക്കുന്നത്?
ജ്യോതിർഗോളങ്ങൾ സൗഹൃദമില്ലാത്ത ഒരു താൽപ്പര്യം നിന്നിൽ കാട്ടാൻ പോകുകയാണ് മുകുന്ദ. ഭയപ്പെടേണ്ട, നീ സുരക്ഷിതനായിരിക്കും. ഏതാണ്ട് 1 മാസമാകുമ്പോൾ നിന്റെ കരൾ നിനക്ക് കുറെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ആ അസുഖം 6 മാസം നീണ്ടു നിൽക്കാനാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ജ്യോതിഷവിധിപ്രകാരമുള്ള നിന്റെ വളയുടെ ഉപയോഗം ആ കാലാവധി 24 ദിവസമായി ചുരുക്കും. അടുത്ത ദിവസം ഞാൻ ഒരു രത്നവ്യാപാരിയെ കണ്ടെത്തി വള ഉണ്ടാക്കിച്ച് അത് ധരിച്ചു. എൻ്റെ ആരോഗ്യം 1-ാം തരമായിരുന്നു. ഗുരുദേവന്റെ പ്രവചനം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അദ്ദേഹം ശ്രീരാമപുരം വിട്ട് വാരാണസി സന്ദർശനത്തിന് പോയി. ഞങ്ങളുടെ സംഭാഷണത്തിന് 30 ദിവസത്തിന് ശേഷം എൻ്റെ കരളിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് ഒരു വേദന അനുഭവപ്പെട്ടു. അടുത്ത ആഴ്ചകൾ അതികലശലായ വേദനയുടെ പേടിസ്വപ്നമായി തീർന്നു. എൻ്റെ ഗുരുദേവനെ ശല്യപ്പെടുത്താനുള്ള മടികൊണ്ട് ഈ യാതന ധൈര്യപൂർവം താനേ സഹിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ 23 ദിവസത്തെ കഠിനമായ യാതന എൻ്റെ നിശ്ചയത്തെ ദുർബലപ്പെടുത്തി. ഞാൻ വാരാണസിക്ക് തീവണ്ടി കയറി. അവിടെ ശ്രീ യുക്തേശ്വരൻ എന്നെ അസാധാരണമായ സ്നേഹവായ്പോടെ സ്വീകരിച്ചെങ്കിലും എൻ്റെ കഷ്ടപ്പാട് സ്വകാര്യമായി പറയാൻ അവസരം തന്നില്ല. അന്ന് ധാരാളം ഭക്തന്മാർ വെറുമൊരു ദർശനത്തിനായി, ഒരു യോഗിയുടെ ദർശനത്തിൽ നിന്നൊഴുകുന്ന അനുഗ്രഹത്തിനായി ഗുരുദേവനെ സന്ദർശിച്ചു. അസുഖത്തോടെയും അവഗണിക്കപ്പെട്ടും ഞാൻ ഒരു മൂലയിൽ ഇരുന്നു. വൈകുന്നേരത്തെ ആഹാരത്തിന് ശേഷമേ അതിഥികൾ എല്ലാം പിരിഞ്ഞുള്ളൂ. വീട്ടിലെ 8 കോണുള്ള ബാൽക്കണിയിലേക്ക് എൻ്റെ ഗുരു എന്നെ വിളിച്ചു. നിന്റെ കരളിൻ്റെ അസുഖം സംബന്ധിച്ചായിരിക്കും നീ വന്നത്. ശ്രീ യുക്തേശ്വരൻ്റെ നോട്ടം എൻ്റെ നേർക്കായിരുന്നില്ല. നിലാവെളിച്ചത്തെ ഇടയ്ക്കിടെ മുറിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം നടന്നു. അപ്പോൾ നീ 24 ദിവസമായി അസുഖത്തിലാണ് അല്ലേ? അതെ പ്രഭു. ഞാൻ നിന്നെ പഠിപ്പിച്ച ഉദരവ്യായാമം ഒന്ന് ചെയ്യൂ. എൻ്റെ വേദനയുടെ കാഠിന്യം അറിയാമായിരുന്നുവെങ്കിൽ വ്യായാമം ചെയ്യാൻ അങ്ങ് എന്നോട് പറയുകയില്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തെ അനുസരിക്കാൻ ഒരു ദുർബല ശ്രമം ഞാൻ നടത്തി. നീ പറയുന്നു നിനക്ക് വേദനയുണ്ടെന്ന്, ഞാൻ പറയുന്നു നിനക്ക് വേദനയില്ലെന്ന്. ഈ പരസ്പര വൈരുദ്ധ്യം എങ്ങനെ നിലനിൽക്കും? എൻ്റെ ഗുരുദേവൻ എന്നെ സാകൂതം നോക്കി. ഞാനാകെ കുഴങ്ങിപ്പോയി. അതിനുശേഷം സുഖകരമായ ആശ്വാസം എന്നെ കീഴടക്കി. ആഴ്ചകളായി എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ആ തുടർച്ചയായ വേദന എനിക്ക് പിന്നെ അനുഭവപ്പെട്ടില്ല. ശ്രീ യുക്തേശ്വരൻ്റെ വാക്കുകളാൽ എൻ്റെ വേദന ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന പോലെ ഭേദമായി. കൃതജ്ഞതയോടെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമിക്കാൻ ഞാൻ ഒരുമ്പെട്ടു. പക്ഷേ അദ്ദേഹം എന്നെ വേഗത്തിൽ തടഞ്ഞു. ബാലിശമായി പെരുമാറാതിരിക്കൂ. എഴുന്നേറ്റ് ഗംഗയിൽ നിലാവ് വീഴുന്നതിൻ്റെ ഭംഗി ആസ്വദിക്കൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അരികിൽ നിശബ്ദനായി ഞാൻ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങുകയായിരുന്നു. താനല്ല, ഈശ്വരനായിരുന്നു എന്നെ സുഖപ്പെടുത്തിയതെന്ന് ഞാൻ കരുതണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എത്രയോ കാലം മുമ്പ് കടന്നുപോയ, എന്നും മധുരസ്മരണ ഉണർത്തുന്ന ആ ദിവസത്തിൻ്റെ സ്മാരകമായ വെള്ളിയും കാര്യവും കൊണ്ടുള്ള കനത്ത കൈവള ഇന്നും ഞാൻ ധരിക്കുന്നു. അതിമാനുഷനായ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ ജീവിച്ചിരുന്നതെന്ന് അന്ന് ഞാൻ വീണ്ടും കണ്ടെത്തി. പിന്നീടുള്ള അവസരങ്ങളിൽ ഞാൻ എൻ്റെ സ്നേഹിതരെ രോഗവിമുക്തിക്കായി ശ്രീ യുക്തേശ്വരൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ എല്ലായ്പ്പോഴും രത്നങ്ങളോ വളകളോ അദ്ദേഹം ശുപാർശ ചെയ്തിരുന്നു. അവയുടെ ഉപയോഗം ജ്യോതിശാസ്ത്രപരമായ ഒരു വിശേഷ ജ്ഞാനമായി അദ്ദേഹം ശ്ലാഘിച്ചിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ജ്യോത്സ്യത്തോട് മതിപ്പില്ലായിരുന്നു. പലരും അന്ധമായി അതിനോട് മമത കാട്ടിയിരുന്നുവെന്നതും, നീ 3 പ്രാവശ്യം വിവാഹം കഴിക്കും, 2 പ്രാവശ്യവും ഭാര്യ മരിച്ചിട്ട് എന്ന ഞങ്ങളുടെ കുടുംബജ്യോത്സ്യൻ്റെ പ്രവചനവുമാണ് കാരണം. 3 വിവാഹങ്ങളുടെ ബലിപീഠത്തിൽ കുരുതിക്ക് നിർത്തിയ ആടിനെപ്പോലെയായ ഞാൻ
ഇക്കാര്യത്തിൽ ചിന്താകുലനായി. നിന്റെ ദുർവിധിക്ക് വഴങ്ങുകയേ നിനക്ക് നിവൃത്തിയുള്ളൂ, എൻ്റെ ജ്യേഷ്ഠൻ അനന്തദ അഭിപ്രായപ്പെട്ടു. നീ കുട്ടിക്കാലത്ത് ഹിമാലയത്തിലേക്ക് പലായനം ചെയ്യുമെന്നും നിന്നെ ബലാത്കാരമായി തിരിച്ചു കൊണ്ടുവരുമെന്നും എഴുതി വച്ചിരിക്കുന്ന നിന്റെ ജാതകം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിന്റെ വിവാഹങ്ങളുടെ പ്രവചനവും ശരിയായേ പറ്റൂ. ഈ പ്രവചനം തികച്ചും അസത്യമാണെന്ന് വളരെ വ്യക്തമായ ഒരു വെളിപാട് എനിക്ക് ഒരു രാത്രിയുണ്ടായി. ജാതകത്തിൻ്റെ കടലാസു ചുരുൾ ഞാൻ തീയിട്ടു. ചാരം ഒരു കടലാസ് കൂടിനുള്ളിൽ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി: ദൈവീകമായ ജ്ഞാനത്തിൽ ചുട്ടരിച്ചാൽ സഞ്ചിത കർമ്മത്തിൻ്റെ വിത്തുകൾക്ക് മുളയ്ക്കാനാവില്ല. പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ആ കൂടുവെച്ചു. എൻ്റെ വെല്ലുവിളിയുടെ ആ പ്രസ്താവം ഉടനെ തന്നെ അനന്തദ വായിച്ചു. ഈ കടലാസു ചുരുൾ കത്തിച്ചത്ര എളുപ്പത്തിൽ നിനക്ക് സത്യത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. എൻ്റെ സഹോദരൻ പരിഹാസത്തോടെ ചിരിച്ചു. ഞാൻ പുരുഷപ്രാപ്തിയിൽ എത്തുന്നതിനു മുമ്പ് എൻ്റെ വിവാഹ നിശ്ചയം നടത്താൻ എൻ്റെ വീട്ടുകാർ 3 പ്രാവശ്യം ശ്രമിച്ചുവെന്നത് വസ്തുതയാണ്. പൂർവജന്മങ്ങളിൽ നിന്നുള്ള ജ്യോതിഷപരമായ ഏതു സ്വാധീനങ്ങളെക്കാളുമേറെ ശക്തമാണ് എൻ്റെ ഈശ്വരപ്രേമമെന്നറിഞ്ഞ് ഓരോ പ്രാവശ്യവും ഞാൻ ആ പദ്ധതികൾക്ക് വഴങ്ങാതിരുന്നു. ഒരാളുടെ ആത്മസാക്ഷാത്കാരം എത്രമാത്രം അഗാധമാണോ അത്രത്തോളം അയാൾ പ്രപഞ്ചത്തെ തൻ്റെ സൂക്ഷ്മമായ ആത്മീയ സ്പന്ദങ്ങൾ കൊണ്ട് സ്വാധീനിക്കുന്നു. അത്രയും കുറച്ചു മാത്രമേ മായ അയാളെ ബാധിക്കൂ. ഗുരുദേവൻ്റെ ഈ വാക്കുകൾ പലപ്പോഴും പ്രചോദനം പകർന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ വരുമായിരുന്നു. ഗ്രഹനില അനുസരിച്ച് എൻ്റെ മോശമായ കാലഘട്ടങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ജ്യോത്സ്യന്മാരോട് ഇടയ്ക്കിടെ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ലക്ഷ്യം വെച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ പൂർത്തിയാക്കുമായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെ വിജയങ്ങൾ അസാധാരണമായ ബുദ്ധിമുട്ടുകൾ നേരിട്ട ശേഷമേ കൈവരിക്കാനായിട്ടുള്ളൂവെന്നത് സത്യമാണ്. പക്ഷേ എൻ്റെ വിശ്വാസം എപ്പോഴും നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈശ്വരൻ്റെ സംരക്ഷണത്തിലുള്ള വിശ്വാസവും മനുഷ്യന് ഈശ്വരൻ തന്നിട്ടുള്ള ഇച്ഛാശക്തിയുടെ ശരിയായ ഉപയോഗവും ആകാശത്തു നിന്ന് പ്രവഹിക്കുന്ന സ്വാധീനശക്തികളേക്കാൾ അപ്രതിരോധ്യമാണ്. ജനനസമയത്തെ നക്ഷത്രലേഖം വെളിവാക്കുന്നത് മനുഷ്യൻ പൂർവകാലത്തിൻ്റെ കളിപ്പാവയാണെന്നല്ല എന്ന് ഞാൻ മനസ്സിലാക്കാനിടയായി. അതിൻ്റെ സന്ദേശം അവൻ്റെ ആത്മാഭിമാനത്തെ പ്രചോദിപ്പിക്കുന്നു. എല്ലാ പരിമിതികളിൽ നിന്നും സ്വതന്ത്രനാകാനുള്ള മനുഷ്യൻ്റെ ദൃഢനിശ്ചയത്തെ ഉണർത്താനാണ് നഭോമണ്ഡലം തന്നെ ഒരുമ്പെടുന്നത്. ഈശ്വരൻ ഓരോ മനുഷ്യനെയും വ്യക്തിത്വം നൽകപ്പെട്ട ഒരു ആത്മാവായാണ് സൃഷ്ടിക്കുന്നത്. ഒരു തൂണിൻ്റെയോ പരോപജീവിയുടെയോ താൽക്കാലിക നിലയിലായാലും പ്രപഞ്ചഘടനയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. അവന് വേണമെന്ന് വച്ചാൽ അവൻ്റെ സ്വാതന്ത്ര്യം ആത്യന്തികവും ആസന്നവുമാണ്. അത് ബാഹ്യമായതല്ല, ആന്തരികമായ വിജയങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് 24,000 കൊല്ലങ്ങളുള്ള ഒരു വിഷുവചക്രത്തിൻ്റെ ഗണിതശാസ്ത്രപരമായ പ്രയോഗസാധ്യത ശ്രീ യുക്തേശ്വരൻ കണ്ടുപിടിച്ചു. 12,000 കൊല്ലങ്ങൾ വീതമുള്ള ഒരു ആരോഹണ ചക്രഖണ്ഡവും ഒരു അവരോഹണ ചക്രഖണ്ഡവുമായി അദ്ദേഹം ഈ കാലചക്രത്തെ വിഭജിച്ചു. കലി, ദ്വാപര, ത്രേത, സത്യയുഗങ്ങൾ എന്ന 4 വിഭാഗങ്ങളാണ് ഓരോ ചക്രഖണ്ഡത്തിലും ഉണ്ടാവുക. ഇവ ഗ്രീക്കുകാരുടെ ഇരുമ്പ്, ഓട്, വെള്ളി, സുവർണയുഗങ്ങൾക്ക് സമാനമാണ്. ഈ ആരോഹണ ചക്രഖണ്ഡത്തിലെ അവസാന കലിയുഗം ക്രിസ്തുവർഷം 500-നോടടുപ്പിച്ചു തുടങ്ങിയെന്ന് വിവിധ കണക്കുകൂട്ടലുകൾ കൊണ്ട് എൻ്റെ ഗുരുദേവൻ നിർണയിച്ചു. 1200 വർഷങ്ങളുള്ള ഇരുമ്പ് യുഗം ഭൗതികതയുടെ ഒരു കാലയളവാണ്. ഇത് ക്രിസ്തുവർഷം 1700-നോടടുപ്പിച്ച് അവസാനിച്ചു. ആ വർഷം ദ്വാപരയുഗത്തെ സ്വാഗതം ചെയ്തു. വൈദ്യുത ആണവ ഊർജ വികസനത്തിൻ്റെയും കമ്പിയില്ലാ കമ്പി, റേഡിയോ, വിമാനം എന്നീ ദൂരത്തെ വെട്ടിക്കുറയ്ക്കുന്ന മറ്റു കണ്ടുപിടുത്തങ്ങളുടെയും കാലഘട്ടമായ ദ്വാപരയുഗത്തിന് 2400 വർഷം ദൈർഘ്യമുണ്ട്. 3600 വർഷം നീണ്ട ത്രേതായുഗം
ക്രിസ്തുവർഷം 4100 തുടങ്ങും. മനോമയമായ വാർത്താവിനിമയ മാർഗങ്ങളെയും മറ്റു സമയസംഹാരികളെയും പറ്റിയുള്ള പൊതുവായ അറിവ് ഈ യുഗത്തെ എടുത്തുകാട്ടും. ആരോഹണ ചക്രഖണ്ഡത്തിൻ്റെ അവസാനത്തെ 4800 വർഷമുള്ള സത്യയുഗത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിവൈഭവം അത്യധികം വികാസം പ്രാപിച്ചിരിക്കും. മനുഷ്യൻ ഈശ്വരൻ്റെ പദ്ധതിയുമായി ഒത്തിണങ്ങി പ്രവർത്തിക്കും. പിന്നീട് 4800 വർഷങ്ങളുള്ള അവരോഹണ സത്യയുഗത്തോടൊപ്പം 12000 വർഷങ്ങളുള്ള അവരോഹണ ചക്രഖണ്ഡം ലോകത്ത് ആരംഭിക്കും. ക്രിസ്തുവർഷം 12500 മനുഷ്യൻ ക്രമേണ അജ്ഞതയിലേക്ക് താഴുന്നു. ഈ ചക്രങ്ങൾ പ്രതിഭാസാത്മകമായ പ്രപഞ്ചത്തിൻ്റെ അന്തരങ്ങളും ആപേക്ഷിതകളുമായ മായയുടെ നിതാന്തമായ പരിവൃത്തിയാണ്. സ്രഷ്ടാവുമായുള്ള അഭേദ്യമായ ദൈവീക ഐക്യത്തിൻ്റെ ബോധത്തിലേക്ക് മനുഷ്യർ ഉണരുമ്പോൾ സൃഷ്ടിയിലെ ദ്വൈതത്തിൻ്റെ കാരാഗാരത്തിൽ നിന്ന് അവർ ഓരോരുത്തരായി രക്ഷപ്പെടുന്നു. ജ്യോതിഷത്തെപ്പറ്റി മാത്രമല്ല, ലോകത്തിലെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളെപ്പറ്റിയുള്ള എൻ്റെ അറിവ് ഗുരുദേവൻ വിപുലമാക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സാകുന്ന കറയറ്റ മേശമേൽ ആ വിശുദ്ധ ഗ്രന്ഥങ്ങളെ വച്ച് അവയെ തൻ്റെ ഉൾക്കാഴ്ചയെന്ന ഗുണദോഷ വിചിന്തനത്തിൻ്റെ കത്തികൊണ്ട് കീറി നോക്കാനും പ്രവാചകന്മാർ മൗലികമായി വെളിപ്പെടുത്തിയ സത്യങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരുടെ പ്രമാദങ്ങളും കൂട്ടിച്ചേർക്കലുകളും വേർതിരിച്ചെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മൂക്കിൻ്റെ തുമ്പത്ത് ദൃഷ്ടി ഉറപ്പിക്കുക. ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകത്തിന് പൗരസ്ത്യ പാശ്ചാത്യ പരിഭാഷകർ പരക്കെ സ്വീകരിച്ചിരിക്കുന്ന ഈ തെറ്റായ വ്യാഖ്യാനം ഗുരുദേവൻ്റെ പരിഹാസത്തോടുകൂടിയ വിമർശനത്തിന് ഇടയാക്കി. ഒരു യോഗിയുടെ പാത അല്ലെങ്കിൽ തന്നെ അസാധാരണമാണ്, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു കോങ്കണ്ണൻ കൂടിയാകണമെന്ന് അയാളെ എന്തിനുപദേശിക്കണം? നാസികാഗ്രം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നാസികയുടെ തുടക്കമെന്നാണ്, അല്ലാതെ തുമ്പ് എന്നല്ല. പുരുകങ്ങളുടെ ഒത്ത മധ്യത്തിലുള്ള ആധ്യാത്മിക ദൃഷ്ടിയുടെ ഇരിപ്പിടത്തിൽ നിന്നാണ് നാസിക ആരംഭിക്കുന്നത്. ഒരു സാഖ്യസൂത്രം പറയുന്നു, ഈശ്വരോ സിദ്ധ, സൃഷ്ടികർത്താവിനെ തെളിയിക്ക വയ്യ. പ്രധാനമായും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും ആ ദർശനം മുഴുവനും നിരീശ്വരവാദപരം എന്ന് വിളിക്കുന്നു. ഈ വാക്യം നിരീശ്വരവാദപരമല്ല, ശ്രീ യുക്തേശ്വരൻ വിശദീകരിച്ചു. അവസാന തീർപ്പുകൾക്കെല്ലാം ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്ന ഒരു അജ്ഞാനിയായ മനുഷ്യന് ഈശ്വരനുണ്ടെന്നതിൻ്റെ തെളിവ് അറിയാതെ പോകുമെന്ന് മാത്രമല്ല, അത്തരം തെളിവ് അക്കാരണത്താൽ നിലനിൽക്കുന്നുമില്ല. യഥാർത്ഥ സാഖ്യ അനുയായികൾ ധ്യാനത്തിൽ നിന്നും ലഭിച്ച അചഞ്ചലമായ ഉൾക്കാഴ്ച കൊണ്ട് ഈശ്വരൻ ഉണ്ടെന്നും അദ്ദേഹത്തെ അറിയാൻ കഴിയുമെന്നും മനസ്സിലാക്കുന്നു. മനോഹരമായ സ്പഷ്ടതയോടെ ഗുരുദേവൻ ബൈബിൾ വ്യാഖ്യാനിച്ചു. ക്രിസ്ത്യാനികളുടെ ഹാജർ പട്ടികയ്ക്ക് അറിയാത്ത എൻ്റെ ഹിന്ദു ഗുരുവിൽ നിന്നാണ് ബൈബിളിൻ്റെ അനശ്വര സത്ത കാണാൻ ഞാൻ പഠിച്ചത്. ആകാശവും ഭൂമിയും നശ്വരമാണ്, എൻ്റെ വചനങ്ങളോ അനശ്വരമത്രേ എന്ന ക്രിസ്തുവിൻ്റെ ഏറ്റവും രോമാഞ്ചകാരിയായ ദൃഢപ്രസ്താവത്തിൻ്റെ പരമാർത്ഥം മനസ്സിലാക്കിയതും അദ്ദേഹത്തിൽ നിന്നു തന്നെയാണ്. ശ്രീ യേശുവിന് ചൈതന്യം പകർന്ന അതേ ദൈവീക ആദർശങ്ങൾ കൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ മഹാന്മാരായ ആചാര്യന്മാർ തങ്ങളുടെ ജീവിതങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. ഈ മഹത്തുക്കൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ബന്ധുജനങ്ങളാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. എൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ക്രിസ്തുദേവൻ ചൂണ്ടിക്കാട്ടി. സ്വതന്ത്രരും താന്താങ്ങളുടെ പ്രഭുക്കളുമായ ഈ ഭാരതീയ യോഗി ക്രിസ്തുക്കളെല്ലാവരും ഏകപിതാവിൻ്റെ വിമോചകമായ ജ്ഞാനം നേടിയവരെന്ന അനശ്വര ഭ്രാതൃത്വത്തിൻ്റെ ഭാഗമാണ്. ആദത്തിൻ്റെയും ഹവ്വയുടെയും കഥ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ അന്യാപദേശത്തിൻ്റെ പൊരുളുമായി മല്ലിടുന്ന ആദ്യകാലങ്ങളിൽ ഒരു ദിവസം വികാരാവേശത്തോടെ ഞാൻ പറഞ്ഞു,
തെറ്റുകാരായ ആ ഇണകളെ മാത്രമല്ലാതെ നിർദോഷികളായ വരും തലമുറകളെ കൂടി എന്തിനാണ് ദൈവം ശിക്ഷിച്ചത്? എൻ്റെ അറിവുകേടിനുപരിയായി എൻ്റെ വികാരാവേശത്തിലാണ് ഗുരുദേവന് രസം തോന്നിയത്. ഉൽപ്പത്തി അഗാധമായും പ്രതീകാത്മകമാണ്. അത് ഒരു അക്ഷരാർത്ഥ വ്യാഖ്യാനം കൊണ്ട് ഗ്രഹിക്കാവുന്നതല്ല, അദ്ദേഹം വിശദീകരിച്ചു. അതിലെ ജീവന്റെ വൃക്ഷം മനുഷ്യശരീരമാണ്. സുഷുമ്നാ നാഡി തലകീഴായ ഒരു വൃക്ഷം പോലെയാണ്. മനുഷ്യന്റെ തലമുടി അതിൻ്റെ വേരുകളും അന്തർബഹിർവാഹികളായ നാഡികൾ അതിൻ്റെ ശാഖകളുമാണ്. നാഡീവ്യൂഹമാകുന്ന വൃക്ഷം ആസ്വാദ്യകരമായ ധാരാളം കനികൾ അഥവാ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളുടെ അനുഭൂതികൾ വഹിക്കുന്നു. ഇവയെ മനുഷ്യന് ഒരു അവകാശമെന്ന നിലയിൽ വേണ്ടുവോളം അനുഭവിക്കാം. എന്നാൽ ലൈംഗികാനുഭവം, അതായത് ശരീരമാകുന്ന പൂന്തോട്ടത്തിൻ്റെ നടുവിലുള്ള ആ ഫലം, ആപ്പിൾ, അവന് നിഷിദ്ധമായിരുന്നു. ലൈംഗിക നാഡികളെ ഉത്തേജിപ്പിക്കുന്ന ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന സുഷുമ്നാ ശക്തിയെ സർപ്പം പ്രതിനിധാനം ചെയ്യുന്നു. ആദം വിവേചനശക്തിയും ഹവ്വ വികാരവുമാണ്. ഏതു മനുഷ്യനിലുമുള്ള ഹവ്വാബോധം അഥവാ വികാരത്തെ ലൈംഗിക ഉത്തേജനം കീഴ്പ്പെടുത്തിയാൽ അവൻ്റെ വിവേചനം അഥവാ ആദവും കീഴടങ്ങുന്നു. തൻ്റെ ഇച്ഛാശക്തിയിലൂടെ പുരുഷൻ്റെയും സ്ത്രീയുടെയും ശരീരങ്ങൾ ആവിർഭവിപ്പിച്ചാണ് ഈശ്വരൻ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത്. ഈ പുതിയ ജാതിക്ക് അതേപോലുള്ള നിർമ്മലമായ അഥവാ ദൈവീകമായ സന്തത്യുൽപാദനശേഷി അദ്ദേഹം നൽകി. ഇക്കാലമത്രയും ജന്മവാസനാബദ്ധരും ബുദ്ധിവൈഭവം പൂർണ്ണമായി വികസിക്കാത്തവരുമായ മൃഗങ്ങൾ വരെയായി വ്യക്തിഗതമായ ആത്മാവിലുള്ള തൻ്റെ ആവിർഭാവം പരിമിതമായിരുന്നതിനാൽ പ്രതീകാത്മകമായി ആദം എന്നും ഹവ്വ എന്നും വിളിക്കുന്ന ആദ്യ മനുഷ്യശരീരങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചു. മേലേക്കുള്ള ഗുണകരമായ പരിണാമത്തിനു വേണ്ടി അദ്ദേഹം 2 മൃഗങ്ങളുടെ ആത്മാവ് അഥവാ ദൈവിക സത്ത ഇവരിലേക്ക് മാറ്റി. ആദത്തിൽ അഥവാ പുരുഷനിൽ വിവേകം മുന്നിട്ടു നിന്നു. ഹവ്വയിൽ അഥവാ സ്ത്രീയിൽ വികാരത്തിനായിരുന്നു മുൻതൂക്കം. അങ്ങനെ ദൃശ്യപ്രപഞ്ചത്തിന് പിന്നിലുള്ള ദ്വൈതാവസ്ഥ അഥവാ ഗുണവൈരുദ്ധ്യം പ്രകടമായി. മനുഷ്യമനസ്സ് മൃഗീയ പ്രവണതകളുടെ സർപ്പിളമായ ശക്തിയാൽ കബളിപ്പിക്കപ്പെടാത്തിടത്തോളം കാലം വിവേകവും വികാരവും സഹയോഗ സന്തുഷ്ടിയുടെ സ്വർഗത്തിൽ തുടരുന്നു. അതുകൊണ്ട് മൃഗങ്ങളിൽ നിന്നുള്ള പരിണാമത്തിൻ്റെ ഫലം മാത്രമായി ഉണ്ടായതല്ല, മറിച്ച് ഈശ്വരൻ്റെ ഒരു സവിശേഷ സൃഷ്ടികർമ്മത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് മനുഷ്യശരീരം. മൃഗരൂപങ്ങൾ ദിവ്യത പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ കഴിയാത്തവണ്ണം പ്രാകൃതമായിരുന്നു. സർവജ്ഞത പ്രാപിക്കാൻ ശേഷിയുള്ള അതിശക്തമായ മാനസിക വൈഭവവും മസ്തിഷ്കത്തിലെ സഹസ്രദലപത്മവും ഒപ്പം ഉത്കടമായ ഉണർവുള്ള നിഗൂഢ സുഷുമ്നാചക്രങ്ങളും മനുഷ്യന് അന്യാദൃശമായ രീതിയിൽ നൽകപ്പെട്ടു. ആദ്യ സൃഷ്ടികളായ ഇണകളിൽ സന്നിഹിതമായിരുന്ന ദിവ്യചൈതന്യം അഥവാ ഈശ്വരൻ ലൈംഗിക അനുഭൂതികളൊഴിച്ച് മാനുഷികമായ മറ്റെല്ലാ ഇന്ദ്രിയ സുഖങ്ങളും ആസ്വദിക്കാൻ അവരെ ഉപദേശിച്ചു. നീചമായ മൃഗീയ സന്തത്യുൽപാദന രീതിയിൽ മനുഷ്യവർഗത്തെ കുടുക്കുന്ന ലൈംഗിക അവയവങ്ങളുടെ ഉപയോഗം ഒഴിവാക്കാനാണ് ഇവയെ നിരോധിച്ചത്. ഉപബോധ മനസ്സിലെ മൃഗീയ സ്മൃതികൾ ഉണർത്തരുതെന്ന താക്കീത് അവർ ചെവിക്കൊണ്ടില്ല. മൃഗീയമായ രീതിയിലുള്ള സന്തത്യുൽപാദനം പുനരാരംഭിച്ചുകൊണ്ട് പൂർണ്ണതയുള്ള ആദ്യ മനുഷ്യൻ്റെ സ്വാഭാവികമായ സ്വർഗീയ സന്തുഷ്ടിയുടെ അവസ്ഥയിൽ നിന്ന് ആദവും ഹവ്വയും നിപതിച്ചു. അവർ നഗ്നരാണെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ ദൈവത്തിൻ്റെ താക്കീതിൻ പ്രകാരം അവരുടെ അമരത്വബോധം നഷ്ടപ്പെട്ടു. ശാരീരിക ജനനം ശാരീരികമായ മരണത്തിൽ കലാശിക്കണമെന്ന ഭൗതിക നിയമത്തിന് അവർ സ്വയം വിധേയരായി. ഹവ്വയ്ക്ക് സർപ്പം വാഗ്ദാനം ചെയ്ത നന്മതിന്മകളുടെ അറിവ് മായയിൽപ്പെട്ട മർത്യൻ അനുഭവിക്കേണ്ട ദ്വൈതരൂപവും വൈരുദ്ധ്യാത്മകവുമായ അനുഭവങ്ങളെയാണ് പരാമർശിക്കുന്നത്. തൻ്റെ വികാരത്തിൻ്റെയും വിവേകത്തിൻ്റെയും അഥവാ ഹവ്വ ആദം ബോധത്തിൻ്റെയും ദുരുപയോഗത്താൽ മിഥ്യയിൽ പതിച്ച മനുഷ്യൻ
ദൈവീകമായ സ്വയം പര്യാപ്തതയുടെ സ്വർഗീയ വാടിയിൽ പ്രവേശിക്കാനുള്ള തൻ്റെ അവകാശം പരിത്യജിക്കുന്നു. അവൻ്റെ മാതാപിതാക്കളെ, അഥവാ ദ്വിത്വഭാവത്തെ ഏകീഭവിച്ച സ്വരസമന്വയത്തിൻ്റെ ഏദൻ തോട്ടത്തിൽ സ്വർഗീയ വാടിയിൽ പുനരധിവസിപ്പിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. ശ്രീ യുക്തേശ്വരൻ പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ ഉൽപ്പത്തിയുടെ താളുകളിലേക്ക് ഒരു പുതിയ ആദരവോടെ ഞാൻ നോക്കി. പ്രിയ ഗുരുദേവ, ഞാൻ പറഞ്ഞു, ഇന്നാദ്യമായി ആദത്തിനോടും ഹവയോടും ഒരു പുത്രൻ്റെ ശരിയായ കടപ്പാട് എനിക്ക് ബോധ്യപ്പെടുന്നു. ഹിന്ദുക്കളുടെ ആദം ഹവ്വ കഥ അതിപ്രാചീനമായ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. ഭൗതിക ശരീരം വരിച്ച ആദ്യത്തെ പുരുഷൻ സ്വയംഭുവ മനുവും സ്രഷ്ടാവിൽ നിന്നും ജനിച്ച പുരുഷൻ. സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശതരൂപയുമാണ്, 100 രൂപങ്ങളോടും അല്ലെങ്കിൽ ഭാവങ്ങളോടും കൂടിയവൾ. അവരുടെ 5 മക്കൾ മനുഷ്യരൂപമെടുക്കാൻ കഴിയുന്ന പൂർണ്ണജീവികളായ പ്രജാപതികളുമായി വിവാഹിതരായി. ആദ്യത്തെ ഈ ദിവ്യ കുടുംബത്തിൽ നിന്ന് മനുഷ്യവർഗം ജനിച്ചു. പാശ്ചാത്യദേശത്തോ പൗരസ്ത്യദേശത്തോ വച്ച് ശ്രീ യുക്തേശ്വരനേക്കാൾ അഗാധമായ ആധ്യാത്മിക ഉൾക്കാഴ്ചയോടെ ക്രിസ്തീയ ശാസ്ത്രഗ്രന്ഥങ്ങൾ മറ്റാരും വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. യോഹന്നാൻ അധ്യായം 14 വാക്യം 6 ബൈബിൾ തുടങ്ങിയ യേശുവിൻ്റെ വാക്യങ്ങൾ മതപണ്ഡിതന്മാർ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു. ഗുരുദേവൻ പറഞ്ഞു, താനാണ് ദൈവത്തിൻ്റെ ഏകപുത്രനെന്ന് യേശുദേവൻ ഒരിക്കലും അർത്ഥമാക്കിയില്ല. സൃഷ്ടിയെ പ്രവർത്തനനിരതമാക്കുന്ന ക്രിസ്തുബോധം, അഥവാ പുത്രനെ ആദ്യം ബോധ്യപ്പെടാതെ കേവലമായ ആ ചൈതന്യത്തിൽ സൃഷ്ടിക്കപ്പുറമുള്ള ഇന്ദ്രിയാതീതമായ പിതാവിൽ ആർക്കും തന്നെ എത്തിച്ചേരാൻ കഴിയുകയില്ലെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. തൻ്റെ അഹംബോധം ഏറെ മുമ്പ് തന്നെ അദ്ദേഹത്തിൽ ഇല്ലാതായി തീർന്നിരുന്നു. ക്രിസ്തുബോധത്തിൽ പരിപൂർണമായി ഒന്നായി തീർന്ന യേശുദേവൻ ആ ബോധവുമായി താദാത്മ്യം പ്രാപിച്ചിരുന്നു. ദൈവം എല്ലാ വസ്തുക്കളും യേശുക്രിസ്തുവിനാൽ സൃഷ്ടിച്ചു എന്ന് പൗലോസ് എഴുതിയപ്പോഴും എഫേസോസുകാർ അധ്യായം 3 വാക്യം 9 ബൈബിൾ അബ്രഹാമിനു മുമ്പ് ഞാനുണ്ട് എന്ന് യേശു പറഞ്ഞപ്പോഴും യോഹന്നാൻ അധ്യായം 8 വാക്യം 58 ബൈബിൾ ആ വാക്കുകളുടെ രത്നച്ചുരുക്കം വ്യക്തിത്വരാഹിത്യമായിരുന്നു. ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മാത്രമായിരുന്നു ഒരേ ഒരു ദൈവപുത്രൻ എന്നുള്ള ആശ്വാസകരമായ വിശ്വാസത്തിലേക്ക് ആത്മീയ ഭീരുത്വത്തിൻ്റെ ഒരു രൂപം എത്രയോ ലൗകികരായ മനുഷ്യരെ നയിക്കുന്നു. ക്രിസ്തു അസാധാരണമായാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ വെറുമൊരു മർത്യനായ എനിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ അനുകരിക്കുവാൻ കഴിയുക എന്ന് അവർ സ്വയം ന്യായീകരിക്കുന്നു. എന്നാൽ എല്ലാ മനുഷ്യരും ദൈവികമായി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രവുമല്ല, അവർക്ക് എന്നെങ്കിലും ക്രിസ്തുവിൻ്റെ ആജ്ഞ, സ്വർഗസ്ഥനായ നിന്റെ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ തന്നെ നീ അതുകൊണ്ട് പൂർണ്ണത കൈവരിക്കൂ, മത്തായി അധ്യായം 5 വാക്യം 48 ബൈബിൾ അനുസരിക്കുകയും വേണം. നാമും ദൈവപുത്രരാണെന്ന് വിളിക്കപ്പെടുന്നതിനു വേണ്ടി നമ്മുടെ മേൽ എന്തു സ്നേഹമാണ് പിതാവ് ചൊരിയുന്നതെന്ന് കാണുക. യോഹന്നാൻ അധ്യായം 3 വാക്യം 1 ബൈബിൾ. ബൈബിളിലെ വിവിധ വാക്യങ്ങൾ കർമ്മസിദ്ധാന്തത്തെയും അതിൻ്റെ അനുസിദ്ധാന്തമായ പുനർജന്മത്തെയും പറ്റിയുള്ള അറിവ് വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന്, ആരെങ്കിലും മനുഷ്യരക്തം ചൊരിഞ്ഞാൽ അയാളുടെ രക്തം മനുഷ്യനാൽ ചൊരിയപ്പെടും. ഉൽപ്പത്തി അധ്യായം 9 വാക്യം 6 ബൈബിൾ. ഓരോ ഘാതകനെയും കൊല്ലപ്പെട്ടവൻ തന്നെ വധിക്കണമെങ്കിൽ ഈ പ്രതികാര പ്രക്രിയയ്ക്ക് പലപ്പോഴും 1 കൂടുതൽ ജന്മങ്ങൾ വേണ്ടിവരുമെന്ന് വ്യക്തമാണ്. ഇക്കാലത്തെ പോലീസിന് തക്ക വേഗത ഇല്ല തന്നെ. അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ്, വിഖ്യാതനായ ഓറിഗൺ, രണ്ടുപേരും 3-ാം ശതാബ്ദം, ജെറോം പുണ്യവാളൻ 5-ാം നൂറ്റാണ്ട് ഉൾപ്പെടെ പല ന്യായവാദികളും അസംഖ്യം വൈദികരും വ്യാഖ്യാനിച്ച പുനർജന്മ സിദ്ധാന്തം ആദ്യകാല ക്രിസ്തീയ സഭ അംഗീകരിച്ചിരുന്നു.
ക്രിസ്തുവർഷം 553 കോൺസ്റ്റാന്റിനോപ്പിളിലെ 2ാം സമ്മേളനത്തിൽ വച്ച് ഈ സിദ്ധാന്തം ദൈവദോഷമെന്ന് ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഉടനെയുള്ള മുക്തിക്കു വേണ്ടി ശ്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കാത്തവണ്ണം വേണ്ടുവോളം സ്ഥലകാലങ്ങൾ നൽകുന്ന ഒരു വേദി മനുഷ്യന് പുനർജന്മ സിദ്ധാന്തം ഒരുക്കുന്നുവെന്ന് അക്കാലത്ത് അനേകം ക്രിസ്ത്യാനികൾ കരുതി. പക്ഷേ അടിച്ചമർത്തപ്പെട്ട സത്യങ്ങൾ നിരവധി അബദ്ധങ്ങൾക്ക് അസുഖകരമാവണ്ണം വഴിതെളിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ അവരുടെ ഒരേ ഒരു ജീവിതകാലം ഈശ്വരാന്വേഷണത്തിന് ഉപയോഗിച്ചില്ല. മറിച്ച് സവിശേഷമായി നേടിയതും വളരെ പെട്ടെന്ന് എന്നേക്കുമായി നഷ്ടപ്പെടുന്നതുമായ ഈ ജീവിതം ലോകം ആസ്വദിക്കാനായി വിനിയോഗിച്ചു. ദൈവപുത്രൻ എന്ന സ്ഥാനം ബോധപൂർവം വീണ്ടെടുക്കുന്നതുവരെ മനുഷ്യൻ ഭൂമിയിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നുവെന്നതാണ് സത്യം.